നാടിൻ്റെ നന്മയും കലാഹൃദയവും സംഗീതത്തിൻ്റെ കൂട്ടായ്മയും ഒത്തുചേർന്ന് മറുനാടൻ മരിക്കാശ്ശേരി മന എന്ന് വിശേഷിപ്പിക്കുന്ന ബഷീറിൻ്റെ വീട്ടിലേക്കും ബഷീറിലേക്കും. ദുബായിയിലെ സംഗീത കൂട്ടായ്മയുടെ സൂത്രധാരനാണ് ബഷീർ. ബഷീർ സിൽസില എന്ന പേര് പ്രവാസി കലാലോകത്ത് സുപരിചിതമാണ്. ദുബായിയിലെ ജുമൈറയിൽ ബഷീറിൻ്റെ ഭവനത്തിലാണ് പ്രസിദ്ധമായ സംഗീത കൂട്ടായ്മയുണ്ടാകുന്നത്. അതായത് പണ്ട് ലോഞ്ചിൽ ഇവിടെ വന്നിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇവിടെ ബോംബെയിൽ നിന്ന് ലോഞ്ച് കയറി ഇവിടെ വന്നിട്ടുള്ള പഴയ ആളുകൾ, അവരൊക്കെ ഫ്ലാറ്റുകളിൽ വല്ലപ്പോഴുമൊക്കെ ഒരുമിച്ച് കൂടി ഒരു ഹാർമോണിയവും തബലയും വെച്ച് പഴയ മെഹഫിലും പഴയ പാട്ടും പഴയ ഹിന്ദി ഗാനങ്ങളും റാഫി സാഹിബിൻ്റെ ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ട് ഒത്തൊരുമിച്ച് കൂടാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് സൈലൻ്റാണ്. അവരാരും പരിഗണിക്കുന്നില്ല, അവരാരും ഗൗനിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളൊരു പുതുമ എനിക്ക് തോന്നി. അങ്ങനെയാണ് KK മുഹമ്മദ് എന്നൊരു വ്യക്തിയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അദ്ദേഹം ഇവിടെയുള്ള കുറേ പഴയ ആളുകളെ പറ്റി, പഴയ കലാകാരന്മാരെ പറ്റി പറഞ്ഞു. അവരൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. സലാം അബുദാബി, അലയിൽ നിന്നുള്ളൊരു ഇക്ക, അതുപോലെ തന്നെ ഒരു സുബൈർക്ക, പിന്നെ ഈ ദുബൈയിലുള്ള തന്നെ ഒരു അബ്ബാസ് ക, ഇത്തരത്തിലുള്ള പഴയ ഗണത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു മെഹഫിൽ സംഘടിപ്പിക്കുകയാണ് എൻ്റെ ജുമൈറയിലുള്ള കൊച്ചു വസതിയിൽ വെച്ച്. കേരളത്തിലെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു ഒരു കാലത്ത് ബഷീർ. ഗായകൻ, സംഗീത സംവിധായകൻ, ഗിറ്റാറിസ്റ്റ് എന്നീ നിലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. കേരളത്തിലെ പ്രസിദ്ധമായ നാടക സമിതികളിലും ഗാനമേള സംഘത്തിലും നിറസാന്നിധ്യമായിരുന്നു ബഷീർ. ഞാൻ ബേസിക്കലി ഒരു ഗിറ്റാറിസ്റ്റായിരുന്നു നാട്ടിൽ. ഗുരുവായൂർ നാദം ഓർക്കസ്ട്രയിലും തൃശ്ശൂർ വേവ്സിലും ഒക്കെ ഗിറ്റാറിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരുപാട് നാടക വേദികളിൽ, നാടക സംഘങ്ങളിൽ അന്നൊക്കെ ഇന്നത്തെ പോലെ റെക്കോർഡഡ് അല്ല, ഒരു നാടകത്തിൻ്റെ റെക്കോർഡ് ചെയ്തിട്ടല്ല, അത് ലൈവായിട്ട് വായിക്കുമായിരുന്നു. ആ കാലത്ത് കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സ്, സ്റ്റേജ് ഇന്ത്യ പൊന്നാനി, അതുപോലെ തന്നെ നാടകവേദി, ഇത്തരത്തിലുള്ള നാടക സംഘങ്ങളുമായിട്ട് സഹകരിച്ച് ഗിറ്റാറിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. മലപ്പുറം തിരൂർ പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു വരവെയാണ് ബഷീർ ചില അവിചാരിത കാരണങ്ങളാൽ പ്രവാസിയായി തീർന്നത്. 5 വർഷം മാത്രമേ ഇവിടെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തുള്ളൂ. ശേഷം ഇവിടെ ഒരു പ്രവാസ ജീവിതം ഇഷ്ടപ്പെടുന്നതുകൊണ്ടും ജീവിതത്തോടുള്ള ചില വെല്ലുവിളികൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഘട്ടം വന്നതുകൊണ്ടും ദുബായിലേക്ക് ചേക്കേറുകയുണ്ടായത്. അങ്ങനെയാണ് 1994 ദുബായ് എന്ന ഈ പ്രവാസ ലോകത്തിലേക്ക് വന്നെത്തിപ്പെടുന്നത്. പ്രവാസ ജീവിതം ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. തീർച്ചയായിട്ടും നാട്ടിലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് പരിമിതികൾ ഒരുപാടുണ്ട്. ജീവിതം സന്തോഷം തന്നെയാണ്, പക്ഷേ ഒരുപാട് പരിമിതികളുണ്ട്. സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ, ചില പ്രത്യേക പ്രൊജക്റ്റുകളിൽ, പ്രത്യേക ആവശ്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ശരിക്കും വളരെ നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഒരിക്കലില്ല, പലതവണ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ എല്ലാ പ്രവാസികളും, എല്ലാ ഗൾഫുകാരും അവരുടെ ജീവിതം സന്തോഷമായിട്ട് വളരെ ആഹ്ലാദകരമായിട്ട് ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി എനിക്കൊരു പ്രവാസിയാണ്. 1994 ഇദ്ദേഹം ദുബായിയിലെത്തുന്നത്. ഹോഴ്സ് റേസുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ദുബൈയിൽ മെയ്ദാൻ റേസ് കോഴ്സാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ റേസ് കോഴ്സ്. പിന്നെ വരുന്നത് ജബലലി റേസ് കോഴ്സാണ്. അവിടെ റേസ് കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ കോർഡിനേഷൻ നടത്തുക, അതാണ് പ്രധാനമായിട്ടും 22 വർഷമായിട്ട് ദുബൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള പ്രവാസികളിൽ നിന്നും വിഭിന്നമാണ് പ്രവാസ ജീവിതത്തെക്കുറിച്ച് ബഷീറിൻ്റെ കാഴ്ചപ്പാട്. നിർബന്ധിതമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ നാട്, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ നാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ ദേശാടന പക്ഷി പോലെ പറന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് സാധാരണ വന്നു പോകാറുണ്ട് പലർക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനും ഇവിടെ ഈ ലോകത്ത് വന്നു ചേർന്നത്. പ്രവാസ ജീവിതം ഒരിക്കലും ദുഃഖമല്ല എന്ന് ഇദ്ദേഹം പറയുന്നു. പലരും പറയാറുണ്ട്, ഇത് പ്രവാസം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, കുബ്ബൂസ്, ഉമ്മൂസ്, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കുടുംബങ്ങളില്ല, ഒറ്റപ്പെട്ട് കഴിയുന്നു. അങ്ങനെയൊന്നും ഒരു തോന്നൽ എനിക്ക് ആദ്യം മുതലും അതുപോലെ തന്നെ ഇത്രയും കാലം വരെയും തോന്നിയിട്ടില്ല.
തീർച്ചയായിട്ടും ഉണ്ട്, നമ്മൾ ഒറ്റപ്പെട്ടെന്നൊരു തോന്നൽ. പക്ഷേ അതിനെ മറികടക്കാനായിട്ടുള്ള ഒരുപാട് ഉപാധികൾ, ഒരുപാട് മാർഗ്ഗങ്ങൾ, ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഈ നാട്ടിലുണ്ട്. അത് ഉപയോഗിക്കാതെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് റൂമിൽ വന്ന് ടി വി നോക്കി കുറേ ഭക്ഷണം കഴിച്ചു കുറുക്കം വലിച്ച് കിടന്നുറങ്ങി കഴിയുന്ന ആളുകൾക്ക് അത് പറയണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച്, എൻ്റെ പോലുള്ള ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് ഈ നാട്ടിലും ഒരു അന്യദേശമാണെങ്കിൽ പോലെയും തന്നെയും ഇവിടെ നമുക്ക് എല്ലാ തരത്തിലും ജീവിതം അന്വർത്ഥമാക്കാനും ജീവിതം ആഘോഷിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള ഒരുപാട് വഴികൾ, ഉപാധികൾ ഇവിടെയുണ്ട്. അത് എന്തുമാത്രം നമ്മൾ വിനിയോഗിക്കുന്നു, എന്തുമാത്രം അതിനെപ്പറ്റി ചിന്തിക്കുന്നു, എന്തുമാത്രം അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നു, അവിടെയാണ് അതിൻ്റെ കാര്യം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രവാസം ഒരു ദുഃഖമേ അല്ല. അത് നാം നാട്ടിൽ നിന്ന് വന്ന് മറ്റൊരു ദേശത്ത് വന്ന് ജോലിയെടുത്ത് ഇവിടെയും സന്തോഷമായിട്ടും സുഖമായിട്ടും വീട്ടുകാരെയും കുടുംബക്കാരെയും നാട്ടുകാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് നേടുന്ന ഒരു സ്ഥലമായിട്ടും കാണുകയാണെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രവാസം ഒരു ദുഃഖമേ അല്ല, ഒരു പ്രയാസമേ അല്ല. പ്രവാസ ജീവിതം ഭൂരിപക്ഷം പേർക്കും നഷ്ടമല്ല, നേട്ടം മാത്രമാണെന്ന് ഇദ്ദേഹം സമർത്ഥിക്കുന്നു. നഷ്ടങ്ങൾ ഉണ്ടാവാം. ആ നഷ്ടങ്ങൾക്ക് ഇതിനേക്കാളപ്പുറത്ത് ഒരുപാട് നേട്ടങ്ങൾ ഒരു സാധാരണ ഒരു ലേബറായിട്ടുള്ള പ്രവാസിക്ക് പോലും നേടാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ നമുക്ക് ജോലിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആ സമയം കഴിഞ്ഞാൽ ബാക്കി സമയം തീർച്ചയായിട്ടും കുറേ കൂട്ടായ്മകളും കുറേ സംഗീതങ്ങളും കുറേ ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും അതുപോലെ തന്നെ സംഘടനകളും സോഷ്യൽ വർക്കുകളും സാന്ത്വന പ്രവർത്തനങ്ങളും ഇതെല്ലാം കൊണ്ട് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. അത്തരം ഒരുപാട് നമുക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ, അങ്ങനെ സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പ്രവാസ ലോകം ഒരു പ്രയാസമായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടോ ഒറ്റപ്പെടുന്ന ഒരു തോന്നലേ വരില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. സംഗീതോപാസനയ്ക്കുപരി ഒരു നടനും സിനിമാ നിർമ്മാതാവും കൂടിയാണ് ബഷീർ. എൻ്റെ കൂട്ടുകാരിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു സുഹൃത്താണ് ഷാജി അസീസ്. അദ്ദേഹവുമായുള്ള ബന്ധം ഒരു സിനിമാ നിർമ്മാണത്തിലേക്ക് എത്തിപ്പെടുകയുണ്ടായത്. അങ്ങനെ വന്നൊരു സിനിമയാണ് ഒരിടത്തൊരു പോസ്റ്റ്മാൻ. അഭിനയം തികച്ചും യാദൃശ്ചികമായിട്ട് വന്നു ചേർന്നതാണ്. എൻ്റെ വീട് ജുമേരയിലാണ്. അപ്പോൾ ആ ജുമേരയിലെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഫൈസിയും അതുപോലെ തന്നെ റിജിൻ ഗാന്ധി എന്ന എൻ്റെ ഒരു ഫ്രണ്ടും കിസൈസിലുള്ള വിളിച്ച് പറയുകയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വീട് വേണമെന്ന്. അങ്ങനെ വീട് വന്ന് കണ്ട് പോകുന്ന സമയത്ത് പറയണം, ബഷീർക്ക നിങ്ങൾക്ക് ഇതിനൊത്തിരി ചെറിയ റോളുണ്ടെന്ന്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, അഭിനയം എൻ്റെ ഒരു ജോലിയല്ല, എൻ്റെ ഒരു കഴിവുമല്ല. അപ്പോൾ അവർ പറയുന്നത് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതിക്ക. അതാണ് ഫീമെയിൽ ഫോർ സെയിൽ എന്ന എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം. അതൊരു 6 ലക്ഷം ആളുകൾ യൂട്യൂബിൽ വ്യൂ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു നല്ല വിജയമായിരുന്നു. അതിനകത്ത് എങ്ങനെ അത് എന്നെ നായകനാക്കി അവർ തീരുമാനിച്ചുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അതാണ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം. പിന്നെ രണ്ടാമതായിട്ട് തമർ സംവിധാനം ചെയ്ത ഒരു വാപ്പച്ചി കഥ, ഒരു 6 മിനിറ്റ് ഷോർട്ട് ഫിലിമാണെങ്കിലും അബുദാബിയിലും ഷാർജയിലും വെച്ച് നടന്നിട്ടുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു ഒരു വാപ്പച്ചി കഥ. അതിലും ഒരു അച്ഛൻ്റെ റോളായിട്ട് നായകൻ എന്ന റോളിൽ തന്നെയായിരുന്നു എനിക്ക് അഭിനയിക്കേണ്ടി വന്നത്. വളരെ സന്തോഷം. ഇത്തരം ആളുകളോട്, തമ്പറിനോടും റിജിനോടും ആദ്യമായിട്ട് എനിക്ക് ഇവിടെ നന്ദി പറയേണ്ടതുണ്ട്. കൂടാതെ ലൗലോലിക്ക, ഡെസേർട്ട് സഫാരി തുടങ്ങിയിട്ടുള്ള ഷോർട്ട് ഫിലിമിലെല്ലാം അഭിനയിച്ചു. സാധാരണ തൊഴിലാളികൾ ലേബർ ക്യാമ്പുകളിൽ ഒതുങ്ങിക്കൂടാതെ ജോലി സമയം കഴിഞ്ഞ് തങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. അതിനായി തണ്ണീർപ്പന്തൽ എന്ന കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹം. കലയുണ്ട്, സംഗീതമുണ്ട്, എല്ലാമുള്ള ആളുകൾ. പക്ഷേ ഈ ചെറിയ ലേബർ കാറ്റഗറിയിൽപ്പെട്ട ചെറിയ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് അവർക്ക് കയറി വരാനും അവർക്ക് ഒരു വേദി പങ്കിടാനും അവർക്ക് ഒരുമിച്ച് എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കിടാനുള്ള വേദി പലപ്പോഴും ഈ സംഘടന, ഞങ്ങളെ തണ്ണീർപ്പന്തൽ എന്ന സംഘടന പോലുള്ള ഒരുപാട് സംഘടനകളിലൂടെ വേദി ഒരുക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അവർ വിഘടിച്ച് മാറി നിൽക്കുകയാണ്. അവർക്കൊരു തോന്നലാണ്, അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നത്. അവർ പലപ്പോഴും ഈ മുഖ്യധാരയിലേക്ക് വരാതെ ഈ ലേബർ ക്യാമ്പുകളിൽ പല ഈ തരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്ന ദിവസങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ ആണ് അവരെ മനസ്സ് പറയുന്നത്. അത് പലപ്പോഴും സംഘടനാ തലത്തിൽ മുന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു വലിയ ചാലഞ്ചായിട്ട് തോന്നാറുണ്ട്. എത്ര തന്നെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവർ അവിടെ ഒതുങ്ങിക്കൂടാൻ മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇപ്പറഞ്ഞ ഈ ഒരു ഈ വളരെ താഴ്ന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേദികളില്ലായിട്ടില്ല, അവസരങ്ങളില്ലായിട്ടില്ല. അവർ ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളത് ഒരു സത്യം, ഒരു വാസ്തവം മാത്രമാണ്. ബഷീർ മുൻകൈയെടുത്ത് 10 വർഷം മുൻപാണ് കലാകാരന്മാരെ കൂട്ടി സിൽസില എന്ന കൂട്ടായ്മ രൂപീകരിക്കുന്നത്. സംഗീതം എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ ഒരു പാഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗിറ്റാറിസ്റ്റ് എന്നതിൽ തുടങ്ങിയിട്ട് ഗൾഫിൽ വന്നപ്പോൾ ഈ ജീവിതവുമായിട്ടുള്ള ഈ മല്ലിടൽ കാരണം കുറച്ച് കാലം സംഗീതവുമായി കുറച്ച് അകന്ന് നിൽക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം ഒരു 300 ഫാമിലിയെ ഉൾപ്പെടുത്തി ദുബായ്, ഷാർജ, അബുദാബി എന്നീ മേഖലയിലെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി സംഗീതത്തിൽ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു സംഘടന ഇവിടെ തുടങ്ങി. സിൽസില എന്നാണ് ആ സംഘടനയുടെ പേര്. അതിന് എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് 10 വർഷം മുമ്പാണ് സലീം, സജീവ്, ലാലു തുടങ്ങിയ ആളുകളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 10 വർഷം മുമ്പ് തുടങ്ങിയ സിൽസില എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ UAE-യിലുള്ള ഒരുപാട് കല ആസ്വദിക്കുന്ന, കല ഇഷ്ടപ്പെടുന്ന, കലാബോധമുള്ള ഒരുപാട് ആളുകൾക്കുള്ള വേദി ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഈ സിൽസില എന്ന ഒരു കൂട്ടായ്മയുടെ ആദ്യത്തെ ഒരു സംഗീത ആൽബം ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ ആ സംഗീത ആൽബം അതിൻ്റെ ടൈറ്റിലും സിൽസില എന്ന് തന്നെയായിരുന്നു. അതിലെ ഒരു 8 ഗാനങ്ങൾ കമ്പോസ് ചെയ്യാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ആ 8 ഗാനങ്ങൾ ഉൾപ്പെടുന്ന സിൽസില എന്ന ആൽബം ആ കാലത്ത് ഇറങ്ങുകയാണ്. അതിലെ ഗാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയത് ഞാനായിരുന്നു. അതിൻ്റെ പാട്ടുകൾ എഴുതിയത് ഷിബു ചക്രവർത്തിയും അതുപോലെ തന്നെ MD രാജേന്ദ്രനൊക്കെ എഴുതിയിരുന്നത്. അതിലെ പോയ കിനോയിലെ നീല നില പൈങ്കിളി എന്നൊരു ഗാനം എല്ലാ ചാനലുകളിലും അത് എയർ ചെയ്യുകയും അതൊരു ചെറിയ ഹിറ്റായിട്ട് മാറുകയും ചെയ്തു എന്ന ഭാഗ്യമാണ് എനിക്കും അതുപോലെ തന്നെ സിൽസിലക്കും അക്കാലത്തുണ്ടായത്. സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ദൂരെ മറ്റൊരു നാട്ടിൽ ജീവിതം കരിപ്പിടിപ്പിക്കാനായി മാത്രം ജീവിക്കുന്ന പ്രവാസിയുടെ ദുഃഖങ്ങൾ കുറെയെങ്കിലും മാറുന്നത് പ്രവാസിയുടെ കൂട്ടായ്മയിലൂടെ മാത്രമാണ്. അതിന് മുൻകൈയെടുക്കുന്ന ബഷീറിനെ പോലുള്ളവർ തീർച്ചയായും അഭിനന്ദനാർഹരാണ്. സംഗീതം ഈ മണൽക്കാട്ടിൽ, ഈ മരുഭൂമിയിൽ, ഈ ചൂടിൽ അതിന് തണുപ്പ് കണ്ടെത്തുകയാണ് ഞാനും ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരും. ശ്രീ ടിറ്റോ കുര്യനെയും ബഷീർ സിൽസിലയും പോലുള്ളവരെയാണ് നാം ആദരപൂർവ്വം ഓർക്കേണ്ടത്, അറിയേണ്ടത്. നമുക്കില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ കിട്ടിയതിൻ്റെ വലിപ്പം മനസ്സിലാക്കി ആനന്ദത്തോടെ ജീവിക്കുക. കിട്ടാത്തതിനെ എത്തിപ്പിടിക്കാൻ നോക്കുക, അതിന് സമയം കണ്ടെത്തുക. അത് ചുരുക്കം ചില മനുഷ്യർക്കേ കഴിയൂ, ചുരുക്കം കലാകാരന്മാർക്കും. ശുഭരാത്രി.